മണ്ടന്മാരെ സംഭവിച്ചു. പബ്ലിക് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വരികയാണ് മാത്സ്. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഇത് മോഡൽ എക്സാമിൻ്റെ പേപ്പറും ഇത് പബ്ലിക് എക്സാമിൻ്റെ പേപ്പറും. എന്തിനാണ് ഈ മോഡൽ എക്സാം നടത്തുന്നത്? മോഡൽ എക്സാമിൻ്റെ അതേ മോഡലിൽ ക്വസ്റ്റ്യൻ പബ്ലിക്കിന് വരുന്നത് വിചാരിച്ചിട്ടാണ് നമ്മൾ മോഡൽ എക്സാം നടത്തുന്നത്. അല്ല പിന്നെ മോഡൽ എക്സാം നടത്തണം. എന്നാൽ മോഡൽ എക്സാമിന് ക്ലിയർ വിപരീതമായി ഒരു 25% മോഡൽ എക്സാമിൻ്റെ ഒരു രീതിയിലും ബാക്കി അല്ല 75% മോഡൽ എക്സാമിൻ്റെ ഒരു രീതിയിലും ബന്ധപ്പെടാത്ത ക്വസ്റ്റ്യനാണ് പബ്ലിക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നത്. പാസ്സാവുക ചോദിച്ചാൽ പാസ്സാവാനൊക്കെ പറ്റിയ പാസ്സോ ഡബിൾ പാസിൻ്റെ അടുത്തേക്ക് ഒക്കെ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബട്ട് ഒരു A+ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല എന്നാണ് പറയാനുള്ളത്. എന്തേലും പേപ്പർ ഫസ്റ്റ് സെക്ഷനൊക്കെ ഓക്കെ. സെക്കൻഡ് സെക്ഷനിലേക്ക് വന്നപ്പം കോണിൻ്റെ ഉള്ളിൽ സിലിണ്ടർ വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നും ഇവിടെ തീരെ കണ്ടില്ല. ക്വസ്റ്റ്യൻസ് നോക്കിയാലും കാണാൻ കഴിയില്ല. NCERT നോക്കിയാൽ കാണാം, അത് വേറെ കാര്യം. ഗ്രാഫൊക്കെ ഉണ്ട്, ഗ്രാഫൊക്കെ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് അല്ല മോഡൽ വന്ന്. അപ്പം ടഫായി ചോദിച്ചാൽ ഒരു മീഡിയം ടഫ് ലെവലിലേക്കാണ് പോയത്. പാസ്സാവാൻ ചോദിച്ചാൽ സുഖമായിട്ട് പാസ്സാവാം. പക്ഷേ ഒരു ഏവറേജ് സ്റ്റുഡൻസിന് പാസ്സാവാൻ കഴിയും. ബിലോ ആവറേജ് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. പരിഷ്കൃതമാകുന്ന ഈ സിലബസ് അല്ല ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി +1 എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾ എൻട്രൻസ് ചെയ്ത് വെച്ചാൽ എൻട്രൻസിനത് നല്ലോണമാവും. പിന്നെ മുന്നേ പഠിക്കാൻ തുടങ്ങുക. എക്സാമിൻ്റെ തലേന്ന് തന്നെ എൻ്റെ മാതിരി യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് പോവാതെ നിൽക്കുക. ആൻഡ് നിങ്ങളുടെ റിവ്യൂ എന്താണ്, ഹോണസ്റ്റ് റിവ്യൂ അറിയിക്കുക. ആൻഡ്